അല്ല വിക്ടർ, ആരാ ഇവരൊക്കെ? ചുമ്മാ ഏതോരം മുംബൈക്കാ ഹേ. ഇല്ലമ്മ, ഭട്ടാജിയുടെ ആൾക്കാരെ ഇവന്മാര് ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള മുംബൈന്ന്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചും പറക്കും. ഇരിക്കൂ ലക്ഷ്മി, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ. അയ്യോ ഒന്നും വേണ്ടമ്മ, ചേരാ നയിച്ചേന. ആ പിന്നെ സാർ. അല്ല വിക്ടർ, താനെന്താ വെറും കൈയോടെ? പണം എവിടെ? കറക്റ്റ്, ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് സാർ ഇടയ്ക്ക് കയറിയത്. ആ സാർ, ചെറിയൊരു പ്രോബ്ലം. എടോ സാർ ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് അമ്മ, ഒന്ന് പറഞ്ഞോട്ടെ. സാർ, സത്യത്തിൽ ഭട്ടാജി നിഷ്കളങ്കനാണ് സാർ. പക്ഷെ കൂടെ ചിലരുണ്ട്, ഏറ്റവും താഴെയുള്ള ബ്രദർ, പിന്നെ ഭാര്യയുടെ ബ്രദറുടെ അളിയൻ. അവന്മാരാണ് സാർ പ്രശ്നം. ഇത്രയും വലിയൊരു എമൗണ്ട് കൈ കിട്ടിയിട്ട് അത് അതുപോലെ സാറിനങ്ങ് തന്ന പിന്നെ നമുക്കെന്താ വിക്ടർ ബെനിഫിറ്റ് എന്ന അവന്മാരുടെ ചോദ്യം. അതിലൊരുത്തം കയറി അപ്പ തന്നെ ബോംബെയിലെ ഭട്ടാജിയുടെ ബിഗ് ബ്രദറിനെ വിളിച്ചു. ബഡാബായി അപ്പ തന്നെ ബോംബെന്ന് ഭട്ടാജി ദുബായിക്ക് വിളിച്ചു. അബേ കിഷൻ, കീപ് ദ മണി, വെയിറ്റ് ഫോർ മൈ ഓർഡേഴ്സ്. അതാണ് സാർ പുള്ളിക്കാരന്റെ കൽപ്പന. അതാണ് സാർ പിക്ചർ. അല്ല സാർ, ഇതിപ്പോ മൊത്തം പണവും അവന്മാരുടെ പിടിയിൽപ്പെട്ടു പോയ സ്ഥിതിക്ക് അവന്മാര് പെർസെന്റേജ് ചോദിച്ചാലോ എന്നല്ല സാർ, ചോദിച്ചു. അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 80% അത് സാറിന്. സോറി, സാറിനല്ല, ഭട്ടാജി. ബാക്കി 20% അത് സാറിന്. സാറിനെന്ന് പറഞ്ഞാൽ പകുതി സാറിന്, പകുതി എനിക്ക്. 50-50. എങ്ങും തൊടാതെ സാറിന് 70.7 lakhs. പോട്ടെ, 71 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് തരും. പണം തേ കാറിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടോ സാർ? അയ്യോ സാർ, എന്ത് ചെയ്തിക്കപ്പാ സാർ? ഇല്ലപ്പാ, പിക്ചറിന് വേണം, പിക്ചറിന് തന്നെ വേണം സാർ. പോലീസ് പക്കടോ. Launching, right? Launching can be done. We can. Sorry, all of you. Sorry. ഒന്ന് കൊളുത്തിയാൽ താനൊന്ന് റിലാക്സ്ഡ് ആവും.
I am terribly sorry, Mr. Ravi. We will do everything possible. Mr. Philip will give you all the details. Thank you. മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രീ പ്ലാൻഡ് മർഡർ എന്നതിൽ സംശയമില്ല. പക്ഷേ ആരാ എന്താ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. എനിവേ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾറെഡി ഓൺ. വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ തമ്മിലല്ലേ? അതെ, ഒന്നുമില്ലായിരുന്ന കാലത്ത് ഒരുപാട് സഹായിച്ച ആളാ എന്നെ രവിയൊക്കെ. ആ മിസ്റ്റർ നായർ അമ്മു സ്വാമിനാഥനെ ബാംഗ്ലൂർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ സിസ്റ്റർ ആലിസ്, ഇവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടിയല്ലേ? ആ, വല്ലാത്തൊരു ഷോക്കിലാണ് അവർ. ഈ അവസ്ഥയിൽ കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. വെൽ രവി, തൽക്കാലം വേറെ ആരോടും ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടാളുടെയും ബോഡി റിസീവ് ചെയ്യാൻ രവിയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്, ഒരു മകന്റെ സ്ഥാനത്ത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, സീ യു ടുമോറോ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ നായർ. ആഹാ, അപ്പൊ ഇത്രയും നേരം ഒറ്റയ്ക്ക് മാറിയെന്ന് കരയായിരുന്നു അച്ഛാ എന്റെ പുന്നാരമോള് അല്ലേടി? ബാംഗ്ലൂരിന്ന് ARK അങ്കിൾ വിളിച്ചിരുന്നു. അമ്മ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. വാട്ട് അബൌട്ട് യു? നാളെ തന്നെ തിരിച്ചു പോകണോ നിനക്ക്? ബാക്ക് ടു ഡൽഹി? വേണ്ട, ചെല്ലുന്നില്ലെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു. നന്നായി. തൽക്കാലം നീയെങ്കിലും ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും അമ്മോന്. ചന്ദ്രേട്ടാ, വൈകിക്കണ്ട. മോളെ അമ്മു, കണ്ടോളൻസസ് മോളെ, കണ്ടോളൻസസ്. കരയല്ലേ മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം. കേട്ടോ മോളെ, ഇന്നലെ കാലത്തും രണ്ടുപേരെയും ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്ടറങ്കിൾ. സാറിനെയും മോളുടെ അമ്മച്ചയും. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു സാറ്, വിക്ടറെ, ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റക്കിരുന്ന് മടുത്തടോ. നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്. TV-യിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. ആ, പക്ഷെ ഉടയമ്പര അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ? നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവിടെ ഒരു ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിൽ ഒരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ലായിരുന്നു. വിക്ടർ, പ്ലീസ്, ഷീ ഹാസ് ടു ഗോ. അതെ, അമ്മു മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നതാ വിക്ടറും. കമോൺ ബെറ്റി, മാഡത്തിന് റിസീവ് ചെയ്യും. യൂസഫ്, ആ കുട്ടിയുടെ പെട്ടി പ്രമാണോട് തന്റെ കാറി കയറ്റി. അങ്കിള് കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കേറിക്കോ, പോവാ. എന്താ, പോണോ നിനക്ക്? വേണ്ട ചായ, അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളും. പുല്ല്. അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ട് കൊടുക്കാം. കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്. കേട്ടോ മോളെ, എന്നിട്ടൊടുവിൽ കഷ്ടകാല സമയത്ത് ഈ വിക്ടർ ഒരുത്തനെ കൊണ്ടല്ലാതെ ഒരു വട്ട് സോഡയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല മോളുടെ അച്ഛന്. ഒരുത്തനെ കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഒരു പട്ടിയെ കൊണ്ടും. എടോ വിക്ടർ, ഒന്നും മതിയാക്ക്. മാറിയിക്കണോ നായരെ. എന്നിട്ടിപ്പോ ചത്ത് കിടക്കുന്നവരുടെ ചവടുപ്പിക്കാനാള്, ബോഡി ഒപ്പിട്ട് വാങ്ങാനാള്, മോള് വന്നിറങ്ങുമ്പോ എഴുന്നള്ളിക്കാനാള്, കണ്ണീര് തുടപ്പിക്കുന്നു, മിഞ്ഞാ പിടിപ്പിക്കുന്നു. ആഹാ, എന്നാ പറ്റി സാറേ?
പെങ്കൊച്ചു കയറി അങ്ങ് കൊഴുത്തുമുഴുത്തുള്ളോന്ന് കണ്ടിട്ടായിരിക്കും സാറിപ്പോ ഒരുമാതിരി മിണുമിണാന്ന്. ആളറിഞ്ഞ് തരമറിഞ്ഞ് അവസരം അറിഞ്ഞു വേണം സംസാരിക്കാൻ. കേട്ടോ? അമ്മോ, നീ എന്താ തനിച്ച്? ആലീസിനെ കൊണ്ട് വിളിക്കായിരുന്നില്ലേ ഒരു കൂട്ടിന്? ഒരുപാട് നേരം വരുന്നിങ്ങനെ ആലോചിച്ച് പോയാല് പിന്നെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിലുണ്ടെങ്കിലും തനിച്ചായിപ്പോയി, ഒറ്റക്കായിപ്പോയി എന്നൊരു തോന്നൽ വന്നു പോകും നിനക്ക്. വാ നടക്ക്. എന്നിട്ടിന്ന് വക്കീൽ എന്താ പറഞ്ഞത് നീ ചെന്ന് കണ്ടപ്പോ? മരിക്കുന്നതിന്റെ അന്നും പറഞ്ഞിരുന്നു അച്ഛൻ വക്കീലിനോട് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് ബാക്കിയുള്ളത് മുഴുവൻ എന്റെയും വരമുദ്രയിലെ കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെക്കണം. അച്ഛനും അമ്മയ്ക്കും ബാംഗ്ലൂരിലേക്ക് പോരണം, എന്റെയും കുട്ടികളുടെയും ഒപ്പം വന്ന് താമസിക്കണം എന്നൊക്കെ. പറയുന്നൊരു ടോണ് കേട്ടാ തോന്നും ഒരുപാട് മക്കളെ പെറ്റുകൂട്ടിയ ഒരു തള്ളച്ചിയാണ് നീന്ന്. മൊത്തം ലയബിലിറ്റീസ് എത്രയാണെന്നൊരു കണക്ക് തിട്ടപ്പെടുത്താൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏറിയാൽ ഒരാഴ്ച. എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണം എവിടെ നിന്ന് വരുന്നുവെന്ന് നീ അന്വേഷിക്കണ്ട. കടങ്ങൾ വിട്ടിട്ട് നിനക്ക് തിരിച്ചു പോകണം. ബാക്ക് ടു ബാംഗ്ലൂർ. പ്ലീസ്, അച്ഛന്റെ സ്ഥാനത്ത് രവിച്ചായനായിരുന്നെങ്കിൽ പഴയ സഹായങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് എല്ലാം ഏറ്റെടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? മറ്റാരെങ്കിലും, എത്ര അടുപ്പമുള്ള ആളായാലും അഥവാ ആരെങ്കിലും വെച്ച് നീട്ടിയാൽ തന്നെ വാങ്ങുമായിരുന്നു രവിച്ചായൻ. അത് ഫൈറ്റ് ചെയ്യൂ അവസാനം വരെ, until the end. എവിടുന്നോ എടുത്തു വളർത്തി ഇത്രയുമൊക്കെ സ്നേഹം തന്നിട്ടും എന്റെ ഡാൻസ് കരിയർ, പ്രോഗ്രാംസ്, അനാഥ കുട്ടികൾ, അങ്ങനെ ഓരോരോ പേരും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കയ്യെത്താ ദൂരത്ത് തന്നെയായിരുന്നു ഞാൻ. പലപ്പോഴും കാണാഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പരാതി പറഞ്ഞിട്ടില്ല രണ്ടാളും ഒരിക്കലും. പക്ഷെ ഇന്നിപ്പോ മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ തോന്നിപ്പോകുന്നു എനിക്ക്. എല്ലാം ഏറ്റെടുക്കാൻ എനിക്കൊരു കടപ്പാടുണ്ട് അവരോടെന്ന്. പ്ലീസ്, രവിച്ചായന്റെ പണമല്ല, സപ്പോർട്ട്, അത് മതി, അത് വേണം എനിക്ക്. തൽക്കാലം ബാംഗ്ലൂരിലെ വരമുദ്രയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ചു കാലത്തേക്കൊക്കെ they will manage. പിന്നെ പാവം കുട്ടികള്, അവരെന്നെ മിസ് ചെയ്യും, എനിക്ക് അവരെ മിസ് ചെയ്യും. പക്ഷെ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എനിക്ക്. ഇച്ചായ, ഇച്ചായ, ഏയ് എന്തു പറ്റി? ഇച്ചായനെന്താ ഭയങ്കര ഒരു ബലത്തില്? എവിടെ അമ്മു? So that's it. അമ്മൂനെ അന്വേഷിക്കാനെന്നും പറഞ്ഞോണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മട്ട് കണ്ടപ്പോഴേ വിചാരിച്ചതാ ഞാൻ, ഈ പുള്ളിക്കാരൻ ഇതിനെ കരയിച്ചിട്ട് അടങ്ങത്തുള്ളൂന്ന്. ഇറ്റ്സ് ടു ബാഡ്. ആലിസ്, തൽക്കാലം നീ ഡൽഹിക്ക് തിരിച്ചു പോകുന്നില്ല, കുറഞ്ഞതൊരു 2 ആഴ്ചത്തേക്ക്. I'll tell you when to go back. ഇച്ചായ, അമ്മ ഇവിടെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഈ വീട്ടില്. രവിച്ചായ, ലുക്ക്, ഞാൻ No, don't say no. don't
Say no. ആ അമ്മു, ബാങ്കിലും പിന്നെ പലരുടെ കയ്യിലും ഒക്കെ ആയിട്ട് പെട്ടുകിടന്ന ഷെയർസും ഡോക്യുമെന്റ്സും ഒക്കെ ഇതില് തന്റെ അച്ഛന്റെ വക ഒക്കെ പണം അടച്ച് റിലീസ് ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു രവി. ഒറിജിനൽസ് ഒക്കെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മുവിന്റെയും ബാംഗ്ലൂരിലെ കുട്ടികളുടെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്. വാങ്ങിച്ചോളൂ. വെറും 1.25 മില്യന്റെ കാര്യമല്ലേ ഉള്ളു ബായി. തരാന്ന്. ഓക്കെ ഐ വിൽ കോൾ യു ബാക്ക്. ശരി അയ്യന തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞില്ലേ പുല്ല്. പരാ. ഗുഡ് ഈവനിങ് ബോസ്. പിന്നെ എങ്ങനെയുണ്ട് ഗേൾസ്? ഓൾ കജമജ? യെസ് ബോസ്. പാർട്ടി പട്ടാജിയുടെ ആണെങ്കിലും പെങ്കൊച്ചുങ്ങളെ നമ്മളേറ്റതാ. മാനം കെടുത്തിയേക്കല്ലേ? എന്റെ പൊന്ന് സേഡ്ജി, ഈ ഒടയമ്പരാനുണ്ടല്ലോ, ഒടയമ്പരാൻ ഗോഡ് ആ പുള്ളിക്കാരനെ പറ്റി പറയുന്നത് പോലെ ഭട്ടാജിയുടെ കാര്യം. ചിലപ്പോ കിടന്ന് മുട്ടിപ്പായി വിളിച്ചാ പോലും കാണുകയല്ല. ചിലപ്പോ ചുമ്മാ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി, അപ്പ പ്രത്യക്ഷപ്പെട്ടുകളയും. അതാ ഭട്ടാജി. नमस्ते भट्टा जी. नमस्ते भट्टा जी. Welcome everybody. Welcome to my party. No, we welcome you भट्टा जी. We welcome you. Come on, follow me. Come on. Come on, Mr. Cheers. Come on, yeah. भट्टा जी. Get her. ഇറങ്ങി പോടി. നിന്നെ ഇവിടെ കാണാൻ പാടില്ല. എന്റെ കൂടെ निकल जा ऐसे. भट्टा जी. Go. ओए किधर जा रहे तुम लोग? अबे go back. Hurry up. वरणम मेजर साहब, वेलकम टू माय पार्टी. अरे देख, विदाउट इनविटेशन आता है हमारी पार्टी में, फिर भी हम इसे अपना ऑनरेबल गेस्ट मानते हैं. This is my present for you. लो. अरे ये कौन? अंजलि बख्तियार? ओ भगवान, इतंगने ഇവളങ്ങനെ വന്നു മേജർത്തെ കൂടെ. What a surprise man. ഇതിലെങ്ങനെ വലിയ പെരുത്ത അത്ഭുതമൊന്നും സംഭവിക്കാനില്ല കൃഷ്ണനാരായൺ ഭട്ട. വേണമെങ്കിൽ നിന്റെ പഴയ പെഷാവർ സുഹൃത്തില്ലേ, പഴയ സെൻട്രൽ സെക്രട്ടറി മാഡം അഞ്ജന ഭക്തിയാർ, ഇവളുടെ അമ്മ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഷീ വിൽ ടെൽ യു. ഒരു തവണ അവിടെ പറഞ്ഞു തരും നിനക്കവര് ഇവളെന്താ ഇവിടെ എന്ന്. അരെ ക്യാ ഇന്റലിജന്റ് ഹൈ. വാഹ്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് മേജറിന്റെ ഈ വരവ് അല്ലേ? ഓക്കെ छोड़ो इन बातों को. എപ്പോ എന്റെ പാർട്ടി സ്പോയിൽ ആക്കരുത്. आज सिर्फ मजा करने का दिन है. Come on, join us. मेजर करना कुड़ीकैन something really hot. अरे get मेजर साहब the best drink of the day. तू तो ज्यादा नाटक कर रहा है कृष्णनारायण भट्टा, बहुत ज्यादा नाटक कर रहा है. क्या बोला मेजर? ഒരുപാട് നാടകം കളി വേണ്ടെന്ന്. ये क्या कर रहा है तू? समझ में नहीं आ रहा मेजर साहब. Tell me one thing. What do you want now? Look, I just want to tell you that you are an idiot. क्या? അതേടാ, ആദ്യം പോർട്ടില് എല്ലാം പിടിച്ചെടുക്കാൻ നീ അയച്ച കൂലിത്തലുകാരൻ മൻസൂർ, he proved you a coward. പിന്നെ ഇവള് അഞ്ജലി ഭക്തിയാർ, ഇവിടെ ഒരു സുന്ദരി തടമ്പിനെ അങ്ങോട്ട് വേഷം കെട്ടി ചായച്ചാൽ എന്റെ ബിസിനസ് രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിയെടുത്ത് വെട്ടി വിഴുങ്ങിക്കളയാമെന്ന് സ്വപ്നം കണ്ട നീ ഒരു ഒന്നാം തരം വിട്ടി. ബേവഖൂഫ് ടു ദ കോർ. സോ ഇനി ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ ട്രൈ സംതിങ് ബെറ്റർ.
Try something brilliant. Okay? ऐसे कैसे जाएगा तू? हैं? सिर्फ बात ही करता और कुछ नहीं करता। हैं? मारेगा नहीं मुझको? ये मारेगा नहीं? हैं? ये मारेगा नहीं? अरे देख, डरता है ये। अरे रतन, देख, मैं परमिशन दिया इसको, लेकिन फिर भी नहीं मारता ये। चल चल, get lost. हट कुत्ते, गोली मत चलाना। हट पीछे, हट हट हट। अभी तुम डरता है ना? देखो കൃഷ്ണനാരായൺ ഭട്ട, പണ്ട് ബോംബെയിൽ നിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്ന ചോട്ടാ ഷംഷീർ ഒരു ഒറ്റവെടി തോക്കിങ്ങനെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചിട്ട് പന്നി ചുട്ടുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു സാമ്രാജ്യം വെച്ചൊഴിഞ്ഞ് നാട് വിട്ട് ഓടിപ്പോന്നവനാ നീ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മറുരാജ്യത്ത് അഭയാർത്ഥിയായി കടന്നുകൂടിയിട്ട് ഇവിടെ ഇരുന്നൂടെ ചെമ്പൂരും മാട്ടുങ്കയും ധാരാവിയും അടക്കി വാഴുന്നു എന്ന് വീമ്പിടക്കുന്ന നിന്നെ കാണുമ്പോ ഐ കൻ സീ ത്രൂ യു. ഐ കൻ സീ ദാറ്റ് യു ആർ സ്കേർഡ് ആൻഡ് ദാറ്റ് യു ആർ സ്റ്റിൽ ടു പ്യൂണി. ഇനി വേണമെങ്കിൽ നിനക്കെന്നെ ഷൂട്ട് ചെയ്യാം. നേർക്ക് നേരെയല്ല, ദാ ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോ ഏതൊരു ഭീരുവും ചെയ്യാൻ ധൈര്യപ്പെടുന്നത് പോലെ യു ക്യാൻ ഷൂട്ട് മീ ഫ്രം ബിഹൈൻഡ്. നിനക്കെന്നെ പിന്നെ വെടിവെക്കാം. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ് ഇഫ് യു ഡെയർ. You like him? You like him? Do you really like him? You like him? Well, I don't know. You idiot! You bloody, you like him! ले जाओ इसे! Idiot! बर्बाद कर दिया साले ने! ले जाओ! बटा जी, साले को ऐसे चोटने के नहीं था बटा जी। तो क्या करने का था? डरने का क्या बटा जी, ऐसा पटक पटक मारने का साले को। ए साले विक्टर सेबेस्टियन, गोली चला देता मैं उस पर, गार बन जाता मैं सबके सामने, जैसा उसने बोला था वैसा ही करता मैं, पीछे से गोली चला देता मैं। बटा जी मुझे तो छोड़ो। ये भी करता है साला, ये भी करता है साला, और मैं भी करता हूँ साले रवि बाबन से। अगर तुम्हें अपना डर खत्म करना है ना, तो तुझे उसे खत्म करना होगा। अभी तक मेरे और रवि बाबन के पीछे कोई दुश्मनी नहीं थी। मैं बोला ना तुझको, मैंने जो कुछ भी किया केजे नायर के लिए किया, लेकिन आज के बाद सिर्फ मेरा एक ही दुश्मन है, वो है रवि बाबन।